ഞാൻ പറയായിരുന്നു കോൺഗ്രസ് ക്യാമ്പിൽ നമുക്ക് ഇന്നോളം കാണാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ആവേശം ഇത്തവണയുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഒന്ന്, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു. രണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടം 10,000-കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം വിജയിക്കാൻ പോവുകയാണ്. ഞങ്ങളെ എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അതോടൊപ്പം തന്നെ BJPയിലും തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ വിള്ളലുകളും ഏറ്റുമുട്ടലുകളും അടിയൊഴുക്കുകളും ഒക്കെ വളരെ വ്യാപകമായി രഹസ്യമായും പരസ്യമായും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ അണപൊട്ടി ഒഴുകുന്ന ആവേശമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും ഒരുമിച്ച് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ? അല്ല, പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പോകുന്നത്. ശരി, എന്താണ് ഇതാ ഓഫീസിന് മുന്നിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ, ഒരു കൊട്ട ആളുകളെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്, ആവേശത്തിലാണ്. 2 മണിക്കാണ് UDFന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒലവക്കോട് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ റോഡ് ഷോ ആരംഭിക്കും. ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയത്ത് സമാപിക്കും. ആ തരത്തിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ട എന്നാണ് വന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ട പൂഞ്ഞാർ മണ്ഡലം, അവിടെ നിന്നാണ് രാഹുലിന് വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തകർ പല മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻഭാഗം അത്രയും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നമ്മള് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. രാഹുൽ മാൻകൂട്ടം വൻപിച്ച ഭൂരിപക്ഷം പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം 10,25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും ഈ പ്രാവശ്യം. എന്താണ് അത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ. എന്തായാലും 2 മണിക്ക് ഒലവക്കോട് നിന്ന് ഇവരുടെ റോഡ് ഷോ ആരംഭിക്കും. അതിനുശേഷം സ്റ്റേഡിയത്തിലേക്ക് മൂന്ന് പാർട്ടികൾ ഷാഫി ഖാന്റെ മണ്ഡലത്തിൽപ്പെട്ടതാ. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 10,000 മേലെ ഭൂരിപക്ഷത്തിന് എന്തായാലും ജയിക്കും, ഉറപ്പാണ്. അതാണ് ഈ പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്നുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ അത് ഗംഭീരമാക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രവർത്തകർ അണികൾ എത്തിച്ചേരുകയാണ്.